നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വന്തം. യെസ്, ദിസ് ഈസ് ദി ബിഗ് മാച്ച്. ഇവിടെ കാലിടറിയ പിന്നെ ഒരു തിരിച്ചു വരവുണ്ടാവില്ല. അത്രത്തോളം നിർണായകമായ ഒരു പോരാട്ടത്തിനാണ് ഇന്ന് CSKയും മുംബൈ ഇന്ത്യൻസും ഒരുമിച്ച് ഇറങ്ങുന്നത് അങ്ങ് ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ. എന്ത് സംഭവിക്കുമെന്നുള്ളതാണ് ആരാധകർ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത്. ഇന്നലെ രാജസ്ഥാൻ റോയൽസിനെ DC പരാജയപ്പെടുത്തിയതോടെ പ്ലേ ഓഫ് സ്പോട്ട് അറ്റ്ലീസ്റ്റ് 4ാമത്തെ സ്പോട്ടെങ്കിലും ഓപ്പണപ്പായി കിടപ്പാണ്. അപ്പം അതുകൊണ്ട് ഇത് ജയിച്ചേ പറ്റൂ. ഈ രണ്ട് ടീമുകൾ അത്ര മികച്ച രൂപത്തിലല്ല നിൽക്കുന്നത്. 7ാം സ്ഥാനത്താണ് CSK ഇപ്പോൾ ഉള്ളത്. 9ാം സ്ഥാനത്താണ് മുംബൈ ഇന്ത്യൻസ് ഇപ്പോൾ ഉള്ളത്. സോ ഒട്ടും എളുപ്പമല്ല. DCയും GTയും അവരുടെ കഴിഞ്ഞ മത്സരങ്ങൾ വിജയിച്ചത് കൊണ്ട് തന്നെ ഇന്നത്തെ മത്സരം തോറ്റാൽ CSKക്ക് ബാക്ക് ഫെയർ ചെയ്യും. മുംബൈ ഇന്ത്യൻസ് തോറ്റാൽ ഏതാണ്ട് അവരുടെ മുന്നോട്ടുള്ള പോക്ക് അവിടെ അവസാനിക്കും. സോ ദിസ് ഈസ് എ ക്രൂഷ്യൽ മാച്ച്. പക്ഷേ രണ്ട് ലെജൻഡുമാരുണ്ടല്ലോ, അതെ, MSDയും അതുപോലെ രോഹിത് ശർമ്മയും, അവർ രണ്ടുപേരും ഇന്ന് കളിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് ഇന്നലത്തെ അവരുടെ കോച്ചുമാരുടെ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. നമ്മളതിനെക്കുറിച്ച് ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഏതായാലും നമ്മളൊന്ന് പരിശോധിക്കുകയാണ് എങ്ങനെയൊക്കെയായിരിക്കും ടീം കോമ്പിനേഷൻസും മറ്റുമെന്നൊക്കെ. ഏതായാലും സാധാരണഗതിയിൽ മെയ് മാസമാകുമ്പോൾ മുംബൈ ഇന്ത്യൻസ് അങ്ങ് ഫോമിൻ്റെ പീക്കിലേക്കൊക്കെ എത്തി മുന്നോട്ട് പോകാറുള്ളതാണ്. അതാണല്ലോ, തോറ്റാലും കുഴപ്പമൊന്നുമില്ല, ഞങ്ങളിത് എത്ര കണ്ടതാണെന്ന് ആരാധകർ പറയാറില്ല. അതാണ് ഇപ്പോൾ സമയമായി, മെയ് തുടങ്ങി. ഇനി പതുങ്ങി നിന്നാൽ പുറത്തിരിക്കേണ്ട അവസ്ഥ വരും പ്ലേ ഓഫിൽ. ഏതായാലും തിലക് വർമ്മ അന്ന് GTയെ അടിച്ച് പൊട്ടിച്ച ദിവസം ഓർമ്മയില്ലേ? അന്ന് മുംബൈ അവരുടെ പീക്കിലേക്ക് മടങ്ങിയെത്തിയ തോന്നിയതാണ്. പക്ഷെ പിന്നാലെ CSK പണി കൊടുത്തു, ഹൈദരാബാദ് പണി കൊടുത്തു. മുംബൈ ആകെ ബുദ്ധിമുട്ടിലാണ്. CSKയുടെ കാര്യത്തിൽ പോയിന്റിൽ മുംബൈയേക്കാൾ ഒരല്പം മുമ്പിലാണ്, 7ാം സ്ഥാനത്താണ് എന്നൊക്കെ പറയാമെങ്കിലും ഒരുപാട് പരിക്കും പ്രശ്നങ്ങളും ഒക്കെയായിട്ട് വലഞ്ഞ് നിൽക്കുന്ന ഒരു ടീമാണ്. ഈ കളി ജയിക്കണമെങ്കിൽ ചേട്ടൻ തന്നെ കനിയണമെന്നൊരവസ്ഥ പലപ്പോഴും ഉണ്ടാവുന്നുണ്ട്. ഇതിലെന്ത് സംഭവിക്കുന്നത് കാത്തിരുന്ന് കാണാം. ചേട്ടൻ 3 കിടിലൻ ഇന്നിങ്സ് കളിച്ചു, 3 ടീം ജയിച്ചു. ബാക്കി കളികളിൽ ചേട്ടൻ മോശമായി, ടീമും മോശമായി എന്നുള്ളതാണ് അവസ്ഥ. നമ്മൾ ടീം ന്യൂസിലേക്ക് വരികയാണെങ്കിൽ ഓൾറെഡി പറഞ്ഞു, MSD ഇന്ന് കളിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ പിച്ചിൽ പേസ് ആൻഡ് ബൗൺസ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സർഫ്രാസിന് ഒരു എക്സ്ട്രാ ബാറ്ററായിട്ട് സ്ക്വാഡിൽ ഉൾപ്പെടുത്താൻ തന്നെയാണ് സാധ്യത. പിന്നെ ബൗളിങ്ങിൻ്റെ കാര്യത്തിൽ മുകേഷ് ചൗധരി തിരികെ എത്താനുള്ള സാധ്യതയുണ്ട്. രാമകൃഷ്ണ ഘോഷ് കഴിഞ്ഞ കളിയിൽ ആ റണ്ണപ്പൊക്കെ മെഷർ ചെയ്യുന്നത് കണ്ടു. പക്ഷേ ഇതുവരെ അദ്ദേഹം IPL ഡെബ്യൂ നടത്തിയിട്ടില്ല. അദ്ദേഹത്തിനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് ലഭ്യമാവുന്ന സൂചനകൾ. അങ്ങനെയെങ്കിൽ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഒരു പ്രോബബിൾ 12 നോക്കിയാൽ സഞ്ജു സാംസൺ, രുദ്രാജ് ഗെയ്ക്വാദ്, ദെൻ സർഫ്രാസ് ഖാൻ അല്ലെങ്കിൽ ഉർവിൽ പട്ടേലോ അല്ലെങ്കിൽ സർഫ്രാസ് ഖാനോ നമ്പർ 3 വരാൻ സാധ്യത. ദെൻ ഡെവൽഡ് ബ്രവിസ്, ശിവൻ ദ്യൂബെ, കാർത്തിക് ശർമ്മ, ജെയ്മി ഒവേർട്ടൺ, അഖിൽ ഹുസൈൻ, അൻഷുൽ കമ്പോജ്, ദെൻ മുകേഷ് ചൗധരി ഓർ രാമകൃഷ്ണ ഘോഷ്, ദെൻ ഗുർജപ്രീത് സിംഗ്, നമ്പർ 12 നൂർ അഹമ്മദ്. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അവരുടെ 12. മറുഭാഗത്ത് രോഹിത് ശർമ്മ. ഇത് കളിക്കാനുള്ള സാധ്യത ഇല്ല എന്ന് പറയുമ്പോൾ QDKയുടെ പരിക്ക് എങ്ങനെയുണ്ടെന്നുള്ള ചോദ്യമുണ്ട്. QDKയും ഇന്ന് ഇഞ്ചുറി കാരണം അൺഅവൈലബിൾ ആവാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ വിൽ ജാക്സും റിയാൻ റിക്കിൾട്ടനും ചേർന്നുകൊണ്ട് തന്നെ ഓപ്പൺ ചെയ്യാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ കളിയിൽ മികച്ച തുടക്കമാണ് അവർ ഇട്ടുകൊടുത്തിരുന്നത്. പിന്നെ അവർക്കൊരു സംശയമുള്ളത് ബൗളിങ്ങിൻ്റെ ഭാഗത്താണ്. ഷാർദുൽ താക്കൂറോ അതല്ല ക്രിഷ് ഭഗതോ അതിന്ന് എന്ത് തീരുമാനത്തിലേക്ക് പോകുന്നത് കാത്തിരുന്ന് കാണണം. കഴിഞ്ഞ കളിയിൽ ഷാർദുൽ താക്കൂറിന് ഇമ്പാക്റ്റ് സബ്ബൊക്കെ ആയിട്ട് ഇറക്കിയിട്ട് ഒരു ബോൾ പോലും എറിയാനുള്ള അവസരം കൊടുത്തില്ല. ബാറ്റിങ്ങും ഇല്ല, ബൗളിങ്ങും ഇല്ല എന്നുള്ള അവസ്ഥയായി. അതെന്താണ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ ഉദ്ദേശിച്ചെന്നുള്ള അദ്ദേഹത്തിന് മാത്രമേ അറിയൂ. എന്തായാലും മുംബൈ ഇന്ത്യൻസിൻ്റെ ഒരു പ്രോബബിൾ 12 നോക്കിയാൽ റിയാൻ റിക്കിൾട്ടൺ, വിൽ ജാക്സ്, ഞാൻ സൂര്യകുമാർ യാദവ്, നമാൻ ദിർ, ഹാർദിക് പാണ്ഡ്യ, തിലക് വർമ്മ, റോബിൻ മിൻസ്, ഷാർദുൽ താക്കൂർ ഓർ ക്രിഷ് ഭഗത്, ദെൻ ട്രെന്റ് ബോൾട്ട്, ജസ്പ്രീത് ബുംറ, അല്ല ഗസൻഫർ, അശ്വിനി കുമാർ. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അവരുടെ ഒരു പ്രോബബിൾ 12. പിച്ച് കണ്ടീഷൻ പറഞ്ഞാൽ ഇന്ന് ചെപ്പോക്കിലെ പിച്ച് നമ്പർ 5 കളി നടക്കുന്നത്. ഈ പിച്ചിലാണ് PBKS 210 റൺസ് CSKക്കെതിരെ ചേസ് ചെയ്ത് വിജയിച്ചത്. അത് ഏപ്രിലിലെ തുടക്കത്തിലായിരുന്നു. ഏതായാലും പേസ് ആൻഡ് ബൗൺസ് ഈ പിച്ചിലുണ്ട്. അത് ബാറ്റർമാർക്ക് കാര്യങ്ങൾ എളുപ്പത്തിൽ ഹിറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കുകയും ചെയ്യും. എന്തായാലും നല്ല സ്കോർ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 6 ജയിക്കും, കാത്തിരുന്ന് കാണാം. കിടിലൻ പോരാട്ടമാണ്. രണ്ട് ടീമിനും ഡു ഓർ ഡൈ സിറ്റുവേഷനാണ്. വീഡിയോ അവസാനിക്കുന്നത്. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ ക്രിക്കറ്റ്.